കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ നിന്ന് ഇന്ന് മാത്രം 9 അസ്ഥികൾ കണ്ടെത്തിയെന്ന് ലോറി ഉടമ മനാഫ്. ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അസ്ഥികൾ ഉണ്ടെന്നും മനാഫ് പറഞ്ഞു. SITന്റെ ഏറ്റവും വലിയ തലപ്പത്തുള്ള പ്രണവ് മോന്തി കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ആ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യമായ സ്ഥിതിക്ക് നേരെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ന് അതെന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SITന്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ കണക്ക് പ്രകാരം 9ഓളം മനുഷ്യരുടെ മൃതദേഹം 9ഓളം സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ കുട്ടിയുടെ മൃതദേഹമുണ്ട്, ചെറിയ കുട്ടീൻ്റെ. അതേമാതിരി തന്നെ സാരി ഉടുത്ത സ്ത്രീകളുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു വഴിത്തിരിവാണ് ഈ ഒരു കേസിൻ്റെ, ധർമ്മസ്ഥല കേസിൽ. സാനിയോ മനോമിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സാനിയോ മനോമി, ലോറിയുടമ മനാഫ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കേസ് സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കിട്ടിയ അസ്ഥികൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കേസിൽ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ്. അതേസമയം സൂചനകളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബംഗലഗുഡെ വനമേഖലയിൽ വെച്ച് 5 സ്ഥലങ്ങളിലായി ഇന്ന് SIT സംഘം പരിശോധന നടത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. ആ പരിശോധനയിൽ 9 പേരുടെ അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ നമുക്കറിയാം ശുചീകരണ തൊഴിലാളിയാണ് ഒരു തലയോട്ടി കണ്ടതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അത് അദ്ദേഹമല്ല, വിറ്റൽ ഗൌഡ എന്നയാളാണ് യഥാർത്ഥത്തിൽ അത് കണ്ടെത്തിയത് എന്നായിരുന്നു പിന്നീട് SIT കണ്ടെത്തിയിരുന്നത്. ഇന്നിപ്പോൾ വിറ്റൽ ഗൌഡയെയും കൊണ്ടാണ് SIT സംഘം ഈ ബംഗലഗുഡെ വനമേഖലകളിൽ തെരച്ചിൽ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. 13 ഏക്കർ വരുന്ന ഒരു വനമേഖലയാണിത്. ആ വനമേഖലയിൽ നിന്നാണ് ഇത്രയും അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നാളെയും തിരച്ചിൽ തുടരുമെന്നാണ് SITയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സാനിയോ മനോമിയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചത്. നമുക്ക്